ഈ സ്വിഫ്റ്റ് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് കാണിക്കുന്നത്. കീ ഓൺ ചെയ്യുമ്പോഴുള്ള ആ മൂളൽ സൗണ്ട് ഇല്ല. വാഹനത്തിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്യൂസ് ബോക്സ് ഇരിക്കുന്ന സെക്ഷനിലേക്ക് പോവാം. ഞാനിപ്പോൾ ഊരിയെടുത്തത് ഹോണിന്റെ റിലേ ആണ്. ആ റിലേ ഞാനിപ്പോൾ ഫ്യൂൽ പമ്പിന്റെ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോൺ കേൾക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. മോഡൽ സ്വിഫ്റ്റ് ആണ്. ഈ സ്വിഫ്റ്റ് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് കാണിക്കുന്നത്. കംപ്ലൈന്റ് എന്താന്ന് കീ ഓൺ ചെയ്തപ്പോഴേ കാര്യം പിടികിട്ടി. കീ ഓൺ ചെയ്യുമ്പോഴുള്ള ആ മൂളൽ സൗണ്ട് ഇല്ല. അതായത് ഫ്യുവൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. വ്യക്തമായിട്ട് കാണിച്ചുതരാം. ഓണാക്കിയേ, ഓഫാക്കിയേ. ഓക്കെ. ഫ്യുവൽ പമ്പ് വർക്ക് ചെയ്യാത്തതിനാൽ വാഹനത്തിന്റെ എഞ്ചിനിലേക്ക് പെട്രോൾ എത്തുന്നില്ല. ഫ്യുവൽ പമ്പ് വർക്ക് ആവാത്തതുകൊണ്ട് ഫ്യുവൽ പമ്പ് ഡാമേജ് ആയി എന്ന് ധരിക്കരുത്. അതിനു മുമ്പ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വാഹനത്തിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്യൂസ് ബോക്സ് ഇരിക്കുന്ന സെക്ഷനിലേക്ക് പോവാം. ഇപ്പൊ ഞാൻ അതിന്റെ കവർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻസർ വാഹനങ്ങൾക്ക് ഫ്യൂസ് ബോക്സിനുള്ളിൽ ഫ്യുവൽ പമ്പിന്റെ ഒരു റിലേ ഉണ്ടാവും. ഇങ്ങനെ കുറെ ഫ്യൂസുകൾ ഇരിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ റിലേ ഇരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഈ ഒരു ഫ്യൂവൽ പമ്പിന്റെ റിലേ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഫ്യൂസ് ബോക്സിന്റെ കവറിന്റെ അടിഭാഗത്ത് ഇതുപോലെ ഓരോരോ റിലേയും ഓരോരോ ഫ്യൂസും ഏതിന്റെയാണെന്ന് ഷോർട്ട് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സിൽ സ്പെയർ ഫ്യൂസുകൾ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ സ്പെയർ റിലേ ഇല്ല. റിലേ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല എന്ന കാരണം കൊണ്ടായിരിക്കും കമ്പനി സ്പെയർ റിലേ കൊടുക്കാത്തത്. നമ്മുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്യുവൽ പമ്പിന്റെ റിലേ ഏതാണെന്ന് കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കവർ ഇതുപോലെ ഊരിയെടുത്തതിന് ശേഷം ഈ ഒരു ടൈപ്പിൽ ഈ ഒരു രീതിയിൽ ആ ഒരു ഗ്രാഫ് നോക്കി റിലേ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ വലത്തുവശത്ത് താഴെ നിന്ന് രണ്ടാമത്തെ റോയിൽ നിന്ന് നാലാമത്തതാണ് ഫ്യുവൽ പമ്പിന്റെ റിലേ ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. FP എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും FP എന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ താഴെ നിന്ന് വലത്തുവശത്ത് നിന്ന് നാലാമത്തെ ഇതാണ് ഫ്യുവൽ പമ്പ് വരുന്നത്. ഫ്യുവൽ പമ്പിന്റെ റിലേ വരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്യുവൽ പമ്പിന്റെ സ്പെയർ ഇല്ലാത്ത സ്ഥിതിക്ക് തൊട്ടടുത്തുനിന്ന് വേറൊരു റിലേ ഊരിയെടുത്തതിന് ശേഷം ആ റിലേ ഫ്യുവൽ പമ്പിന്റെ റിലേ ഇരുന്ന സ്ഥാനത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അതിനായിട്ട് ഫ്യുവൽ പമ്പിന്റെ അടുത്തുള്ള റിലേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോണിന്റെ ആണ്. അതെ, ഈ കാണുന്നത് ഹോണിന്റെ റിലേ ആണ്. ഞാൻ ഊരിയെടുത്ത് ഫ്യുവൽ പമ്പിന്റെ റിലേ ഇരുന്ന സാധനത്തേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഊരിയെടുത്തത് ഹോണിന്റെ റിലേ ആണ്. ആ റിലേ ഞാനിപ്പോൾ ഫ്യുവൽ പമ്പിന്റെ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോൺ കേൾക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ആവുമെന്ന് നോക്കാം. ഫ്യുവൽ പമ്പിന്റെ മൂളിച്ച ഉണ്ടോ എന്ന് തന്നെ നോക്കാം. യെസ്, ഫ്യുവൽ പമ്പ് വർക്ക് ആവുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം സൗണ്ട് ക്ലിയർ ആവുമെന്നറിയില്ല. ഞാൻ ഏതായാലും പെട്രോൾ ടാങ്കിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ കറക്റ്റായിട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഫ്യുവൽ പമ്പ് വർക്ക് ചെയ്യുന്ന സൗണ്ട് നിങ്ങൾ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഈ ഒരു സൗണ്ട് ഇല്ലായിരുന്നു. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം ഇതായിരുന്നു, ഫ്യുവൽ പമ്പിന്റെ റിലേ ഡാമേജ് ആയതായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ഫ്യുവൽ പമ്പ് വർക്ക് ആവാതിരുന്നത് മൂലം പെട്രോള് എഞ്ചിനിലേക്ക് എത്താൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥയിലെത്തി. ആ കാരണം കൊണ്ടാണ് പെട്രോൾ തീർന്ന് വാഹനം വഴിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലായിരുന്നു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. പെട്രോൾ എഞ്ചിനിലേക്ക് എത്താത്തത് കൊണ്ടുള്ള കാരണം കൊണ്ടാണ് വാഹനം സ്റ്റാർട്ട് ആവാതെ ഇരുന്നത്. അങ്ങനെ നമ്മൾ പുതിയ റിലേ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ റിലേയും സ്പെയർ ആയി നിങ്ങളുടെ വാഹനത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് തെളിവ് സഹിതം നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ റിലേ വാഹനത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ മാറ്റി കൊടുത്ത ഹോണിന്റെ റിലേ ഊരി എടുത്തിട്ട് ഹോണിന്റെ റിലേ എന്ന സ്ഥാനത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പുതിയ റിലേ നമുക്ക് ഫ്യൂവൽ പമ്പിന്റെ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഹോണിന്റെ റിലേ ഇരുന്ന സ്ഥാനത്തേക്ക് പഴയതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ റിലേ ഫ്യൂവൽ പമ്പിന്റെ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്യൂവൽ പമ്പിന്റെ ഭാഗത്തേക്കല്ല, ഫ്യൂവൽ പമ്പിന്റെ റിലേ ഇരിക്കുന്ന സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ആ ക്യാപ്പ് അടയ്ക്കാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം.